Listen. Oh. Two years later, first world millions of people died in Russia as a result of famine. Therefore, the revolution got brought to a new policy line was confiscated and distributed among the peasants. The peasants could was need to meet their basic. കൂടുതലൊന്നും വിചാരിക്കണ്ട, ഞാൻ വലിയ ഇംഗ്ലീഷൊന്നും അല്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ സാറിൻ്റെ അടി പേടിച്ചുകൊണ്ട് ഞാൻ നല്ല രീതിയിലൊരു സോഷ്യൽ സയൻസിലൊരു എസ്സേ പഠിച്ചത്. അത് ഞാൻ വീണ്ടും എനിക്കിപ്പോഴും അത് മറന്നിട്ടില്ല. സാറിൻ്റെ അടിയുടെ പേടി എനിക്കിപ്പോഴും മറന്നിട്ടില്ല. ആ ഒരു പേടി കൊണ്ട് അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബാക്കിയുള്ള ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതി, ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നത്, അതൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണ്, സിമ്പിളായിട്ട് വിത്തിൻ 2 weeks കൊണ്ട് നിങ്ങൾക്ക് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് അലോട്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ സംസാരിക്കാൻ പഠിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് മിണ്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ചിന്തകൾ എല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും അന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ നല്ല സൗണ്ടിലെടുത്ത് സംസാരിച്ചു. ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ബാക്കിയുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യണമെന്നല്ല പറഞ്ഞാൽ, ബാക്കിയുള്ള ആൾക്കാരില്ലാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൗഡായിട്ട് സംസാരിക്കുക. ബാക്കി ആരെങ്കിലും അടുത്തിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ അത് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് റിസൈറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അതായത് രണ്ടാമത്തെ പോയിൻ്റാണ് യൂസ് എ മിറർ വെക്കുക. അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു മിറർ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അന്നേരം സംസാരിക്കുന്നുണ്ടല്ലോ, ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. സംസാരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജസ് എല്ലാ കാര്യവും നമുക്കറിയാൻ പറ്റും. ഒരു മിറർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിലൊന്ന് സംസാരിക്കുക. ജസ്റ്റ് ഒരു ടോപ്പിക് എടുക്കുക, ഒരു ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് ആ ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൺവേ ചെയ്ത് പറഞ്ഞു നോക്കുക. ഷുവർ യു ക്യാൻ ഇംപ്രൂവ്. മൂന്നാമത്തെ പോയിൻ്റാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഏതൊരു ലാംഗ്വേജസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഏറ്റവും പാടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്, ആ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അന്നേരം നിങ്ങളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഷാജീൻ്റെ വീട്ടിലൊന്ന് പോകണം. അത് ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് തിങ്ക് ചെയ്യുക. നിങ്ങൾ മൈൻഡിൽ എന്ത് കാര്യം തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യാൻ പഠിക്കുക. അതായത് നമ്മളിപ്പം ആക്ച്വലി നോർമലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തിങ്ക് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാണ്. ഇതിനിടയിൽ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് നിങ്ങൾ മൈൻഡിൽ തിങ്ക് ചെയ്യുന്നത് ജസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ തിങ്ക് ചെയ്യുക. ഇങ്ങനെ ഒരാഴ്ച നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇന്ന് നടന്ന ഒരു കാര്യം, ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്ന കാര്യങ്ങൾ ജസ്റ്റ് ഓരോ കാര്യങ്ങളായിട്ട്, ഞാൻ രാവിലെ സ്കൂളിൽ പോയി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട്, ഐ വെൻറ്റ് ടു സ്കൂൾ, ഐ സോ മൈ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ജസ്റ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് എടുത്ത് തിങ്ക് ചെയ്യുക. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം ഭയങ്കര പാടായിരിക്കും, പിന്നുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് വളരെ എളുപ്പമായിരിക്കും. അടുത്ത 4ാമത്തെ പോയിൻ്റാണ് ഫോക്കസ് ഓൺ യുവർ ഫ്ലുവൻസി. ഗ്രാമർ എന്ന് പറയുന്ന സംഭവം മാറ്റിയേ നിർത്തുക. സ്റ്റാമറിംഗ് എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾക്ക് അറിയാമോ? അതായത് വിക്ക്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഗ്രാമർ കറക്റ്റ് രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ടൊന്ന് പറയുകയാണ്, മലയാള ഭാഷ കറക്റ്റ് രീതിയിലാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ ടോക്കിംഗ് രീതിയിൽ മലയാളം പറയുമ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ വ്യാകരണം കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെയും ഗ്രാമർ കൺസിഡർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്ലുവൻസി നോക്കുക. നിങ്ങൾക്ക് തെറ്റ് വരുമെന്നുണ്ടെങ്കിലും തെറ്റ് ഡയറക്റ്റ് പറയാനായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ തെറ്റ് വരുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പതറി ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു കനോട്ട് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. സോ തെറ്റ് വരുവാണെങ്കിലും ജസ്റ്റ് അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുക, ആ ഒരു ധൈര്യം കാണിക്കുക. 33 thieves thought that they thrilled the thrones throughout the Thursday. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ 5ാമത്തെ പോയിന്റ്. ആ ഉളുക്കികൾ കേട്ടിട്ടില്ലേ, ടങ് ട്വിസ്റ്റേഴ്സ്. ഇംഗ്ലീഷിന് നല്ല കട്ടിയായിട്ടുള്ള ടങ് ട്വിസ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അതൊന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കുക.
സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ആ ഒരു ഫ്ലുവൻസി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് കറക്റ്റ് രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാതെ വരും. അന്നേരം ഇങ്ങനത്തുള്ള നല്ല കട്ടിയുള്ള ടങ് ട്വിസ്റ്റേഴ്സ് നല്ല സ്പീഡിൽ പറയാൻ ശ്രമിക്കുക. അപ്പോൾ ആറാമത്തെയും അവസാനത്തെയും പോയിന്റാണ് ലിസൺ ആൻഡ് റിപ്പീറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യൂട്യൂബ് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്, ഇഷ്ടം പോലെ ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്, ഇംഗ്ലീഷ് ന്യൂസ് ഉണ്ട്, ഒരുപാട് മീഡിയ സോഴ്സസുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം വിത്ത് സബ് ടൈറ്റിലൂടെ കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വാച്ച് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു മൂവി ആണെങ്കിൽ പോലും, ഒരു ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ പോലും അത് വാച്ച് ചെയ്യുന്ന ടൈമിൽ വിത്ത് സബ് ടൈറ്റിൽ കാണുക. ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കുക. ഇപ്പം ഡിക്ഷണറി എല്ലാം തുറന്ന് വെച്ച് ഇങ്ങനെ പേജ് തിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം മൊബൈലിനകത്ത് അടിക്കുക അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് അടിക്കുക, ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ നോക്കുന്ന ഇതാകുമ്പോൾ നിങ്ങൾക്ക് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതേകൂട്ട് തന്നെ ലിസൺ ആൻഡ് റിപ്പീറ്റ്. നിങ്ങൾ ഇതിനകത്ത് കിട്ടുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ജസ്റ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് അവർ പറയുന്ന ആ ഓരോ സെൻറ്റൻസുകൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് അതേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ മാക്സിമം യൂട്യൂബ് ബാക്കിയുള്ള വീഡിയോസ് കാണാതെ ഇങ്ങനത്തുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസുകൾ കാണുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ മണി ഉണ്ടല്ലോ, ബെല്ലൈക്കൺ, അതുകൂടി പ്രസ് ചെയ്യുക. ഇനി അടിപൊളി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ലവ് യു ഗൈസ്, ബൈ.